അപ്പൊ എന്തായാലും ഞാൻ ലെറ്റ്സ് അൺബോക്സ് ആണ്. ഈ പേപ്പർ എടുത്ത് വെച്ചിട്ടോ, ഇതിൽ ഇട്ട് കൊടുക്കാം. നല്ല മഴ കേട്ടോ ഗൈസ്. അപ്പൊ കുറെ കാലത്തിന് ശേഷം ഒരു വ്ളോഗൊക്കെ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോണം. അടിപൊളി നല്ല സൂപ്പർ മഴയാണ് ഗൈസ്. ഞാനവിടെ എന്താടാ അത് ഞാനോ അത് എന്റെ മോനെ ബ്യൂട്ടിഫുൾ ലേഡി, ബ്യൂട്ടിഫുൾ ലേഡി. അല്ലോ അപ്പൊ ഇതൊക്കെയാണ് യാരന്റെ വിനോദ സംഭവങ്ങൾ അല്ലെ ഹിബ? ഈ ഹിബ യാരന്റെ വിനോദം ഇതൊക്കെയാണ് അല്ലെ? ഹിബക്ക് എന്താ വിനോദം? ഇവളെ നോക്കലാണ് അവളെ വിനോദം. അപ്പൊ ഇന്റെ വിനോദോ? ഞാനിവിടത്തെ ഇപ്പത്തെ ന്യൂസുകളൊക്കെ കേട്ടിരിക്കലാണ് കേട്ടോ. ഇന്റെ ഒരു എങ്ങോട്ടത് പോണിന്റെ മോനൊക്കെ സീനട്ടോ. ഇവിടെ വെള്ളം ഉണ്ടായി കളിക്കാൻ വേണ്ടി പോവാതിപ്പോ. ഒളിച്ചേ കണ്ടേ, ഒളിച്ച് കണ്ടേ, ഒളിച്ച് കണ്ടേ. ഇപ്പച്ചി വന്നിണ്ടായിന്. ഇപ്പച്ചിയും മനുമാമിയും പോയി. ഇപ്പൊ യാരിയും മമ്മിയും അതുപോലെ ഇലാപ്പിയും പപ്പയോടെ. പപ്പോടെ പപ്പ പോയി. നമ്മള് ഹിബക്ക് വേണ്ടിട്ട് മാഗി മാഗി ഉണ്ടാക്കാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ നമ്മൾ മാഗി ഉണ്ടാക്കണ അഗാരോന്റെ മൾട്ടിപർപ്പസ് കെറ്റിൽ കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇതിൽ ഓരോ പാർട്സുകളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തിനാക്കാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ 2 years വാറണ്ടി വരുന്നുണ്ടോ, അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ മാഗിക്ക് വേണ്ടിയുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇൻ കേസ് നമുക്ക് ഒരു കോഴിമുട്ടൊക്കെ തിന്നണമെന്ന് ഇതേപോലെ ഈ സാധനം വെച്ച് കോഴിമുട്ട മേലെ വെച്ചാൽ ഇത് ബോയിലും ചെയ്യാം കേട്ടോ, സിമ്പിളായിട്ട്. പിന്നെ ഈ വെജിറ്റബിൾസ് ഒന്ന് സ്റ്റീം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മോമോസ് ഒക്കെ സ്റ്റീം ചെയ്യണമെങ്കിലൊക്കെ ഇതിലും യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഈ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ മാഗിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് കുനുകുന അരിഞ്ഞിട്ട് ഒന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബീൻസ് ഒക്കെ ഇടണമെന്നുണ്ട്, പക്ഷേ സാധനമില്ല. ആഫ്റ്റർ ദാറ്റ് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ അതിൻ്റെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ പണി, വളരെ സിമ്പിളാ. അപ്പൊ ഗ്യാസ് ഒന്ന് യൂസ് ചെയ്ത് വെറും കറണ്ടിൽ തന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇതപ്പോൾ മാഗി ഉണ്ടാക്കി. ഇതാണ് ഞാൻ ഹിബക്ക് കൊടുക്കണം ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റ്. എന്തൊരു സിമ്പിളാണ് അല്ലേ മാഗിയൊക്കെ. അപ്പോൾ മാഗിയൊക്കെ സെറ്റായി. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം കേട്ടോ. പിന്നെ കുറച്ച് കരിവേപ്പില ഒന്ന് വെതറി കൊടുത്തേ. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഹിബക്ക് ഞാൻ മാഗി ഉണ്ടാക്കി കൊടുത്തിട്ടോ. താങ്ക്സ് ടു അഗാരോസ് മൾട്ടിപർപ്പസ് കെറ്റിൽ. നല്ല ഉപകാരപ്രദമായിട്ടുള്ള സാധനം കേട്ടോ, അടിപൊളി. അടിപൊളിയാ. യെസ് ഗൈസ്, കിടിലൻ ടേസ്റ്റ് ആട്ടോ ഹിബ പറഞ്ഞ പോലെ തന്നെ. പിന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് രീതിയിലായിട്ടുണ്ടേ. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ, ആവശ്യമുള്ളത് വാങ്ങിക്കെടുക്കാം. എന്നാൽ പോവാം. ടുഡേ കോഴിക്കോട് ട്യൂസ്ഡേ 17th 17ാം തീയതി. യെസ്, അപ്പൊ നമ്മൾ 17ാം തീയതി ഉള്ള കാര്യങ്ങളൊക്കെ വൈബ് ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങോട്ടാ നമ്മള് പോകുന്നത്? നമ്മള് വെറുതെ ഒരു ഔട്ടിങ്ങിന്. കൊറേ കാലായി യാരപ്പോ ഒരു സംഭവം ഉണ്ട്, ഞാൻ വീട്ടിലെത്തി കാണിച്ചു തരാം അല്ലേ ഇവ. ഇപ്പൊ എന്തിനാ നമ്മള് പോണെന്ന് വെച്ചാൽ ഹിബ എനിക്കൊരു ഫോണ് സർപ്രൈസ് ആയിട്ട് തരാന്ന് പറഞ്ഞു. യെസ്, അതൊക്കെ വരുന്നുണ്ട്. അസിക്കാക്കന്റെ ബർത്ത്ഡേ ഫോൺ എറിഞ്ഞു പൊട്ടിച്ച ഗൈസ്. ഞാൻ മാറ്റൂല ഫോൺ, ഞാൻ ഫോൺ കാണിച്ചു തരാം. ഹിബ എന്റെ ഫോണ് എവിടെ പോയി? എന്റെ ഫോൺ ഞാൻ എടുത്തണോ അസ്കാക്കന്റെ ബാഗിലുണ്ട്. അവിടെ നിന്നോടെ ബാക്കിലാണ്. എന്താ മോനെ ഞാൻ കാണിച്ചു തരാട്ടാ, നോക്കിക്കേ. പ്രാരാബ്ദം കാണിക്ക. ഹിബ എറിഞ്ഞു പൊട്ടിച്ച ഫോണാട്ടോ. ഇതൊക്കെ നോക്ക്. ഞാൻ കാണിച്ചു ഫുള്ള് ഇതിന് സ്ക്രീനൊക്കെ അടിച്ചു പോയതാ, പക്ഷെ ഞാൻ മാറ്റില്ല. ഹിബ എനിക്ക് പുതിയ ഫോൺ വാങ്ങി തരാണ്. ഞാൻ ഈ ഫോൺ യൂസ് ചെയ്ത ഞാൻ ഇപ്പൊ എല്ലാരും പിന്നെ നോക്കൂ, അവൻ എന്താ ദാരിദ്ര്യം പിടിച്ചവനാണല്ലോ ഈ ഫോൺ കൊണ്ടെടുക്കണം. പക്ഷെ അത് ഒഴിവാക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താ
ഈ ഫോൺ നല്ല കാണിച്ചു കൊടുക്കും, നല്ല കാണിച്ചു കൊടുക്കും. ഞാൻ കാണിച്ചു കൊടുക്കാം. കക്കൂസിലേക്ക് കൊണ്ടുപോകാൻ ഈ ഫോൺ ധാരാളം. എന്ത് പുതിയ ഫോൺ മോളെ, അതൊന്നും കയ്യോട് തൊടല്ലേ. ഇവിടെ ഐഫോൺ 13 ഉണ്ട്, നമ്മളെ ഐഫോൺ 15 പ്രോ മാക്സ് എല്ലാം ഉണ്ട്. എന്നാലും ഞാൻ ഇതന്നെ ഉപയോഗിക്കുള്ളൂ. കാരണം എന്താ പറയാ, ഹിബ എറിഞ്ഞു പൊട്ടിച്ച ഹിബന്നെ ഇതിന് പരിഹാരം കാണും. അതുവരെ ഞാൻ അത് മമ്മന്റെ ഫോണല്ല. നോക്കിക്കോട്ടെ, എന്റെ മറ്റേ ഫോണൊക്കെ ഇവിടെ എറിഞ്ഞു പൊട്ടിക്കുന്നത്. ഓളെ വിചാരം എന്റെ ഫോണാണെന്നാ. പപ്പ പപ്പന്റെ ഫോണല്ല, മമ്മന്റെ ഫോണല്ല അത് ഫോൺ. ഓക്കെ, എന്ത് ഇപ്പൊ സാംസങ് S23 അൾട്രാ വാങ്ങിയാലും അല്ലെങ്കിൽ ഐഫോൺ 17 പ്രോ മാക്സ് വാങ്ങിയാലും ഫസ്റ്റ് ഒരു കാര്യമില്ല. കാരണം എന്താ അറിയോ, കക്കൂസിലേക്ക് കൊണ്ടുപോകാനാമോ ഫോൺ കക്കൂസിൽ കൊണ്ടുപോകാനുള്ള. ആ പിന്നെ അവിടെ നിന്നാണ് എനിക്ക് എല്ലാം വരുന്നത്, ഇന്റലിജൻസ് വരുന്നത്. അത് മാത്രല്ല, നോക്ക് ഈ കക്കൂസിലാണ് കുറച്ച് നേരെങ്കിലും ഭാര്യമാരെ കാണാതെ ഉള്ളത്. ഭയങ്കര സമാധാനം സത്യം പറഞ്ഞ അവിടെ. പക്ഷെ ഇവള് ഈ ഹിബ അവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാവും. കക്കൂസിൽ പോലും സമാധാനം തരുന്നില്ല. എന്താ മനുഷ്യന് അതിന്റെ ഉള്ളിൽ കയറണ്ടേ? ഒരു മണിക്കൂറൊക്കെ ഒരാള് ബാത്റൂം കയറി പിന്നെ 1 മണിക്കൂറല്ല 2 മണിക്കൂറൊന്നും ഇരുന്നില്ലല്ലോ. 1 മണിക്കൂറൊക്കെ സർവ്വസാധാരണമാണ്. പാമ്പസ് ഒക്കെ മാറ്റുന്ന സമയത്ത് ഉണ്ടാവും പസിക്കാത്ത അതിന്റെ ഉള്ളിൽ. ഇപ്പൊ വരാ 5 മിനിറ്റ് അതിന്റെ ഉള്ളിൽ ഇരിക്കുക. ഞാൻ പറയാ, ഞാൻ വിചാരിക്കുന്നു ചലഞ്ഞ് വീട് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ഫസിക്കാക്ക് 2 ബാത്റൂം ആണ്. ഒരു ബാത്റൂം ഫസിക്കാക്ക്, ഒരു ബാത്റൂം എനിക്ക്. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എന്റെ ബാത്റൂമിലേക്ക് ഞാൻ വരില്ല. എനിക്ക് വേണ്ടടോ. എന്റെ ബാത്റൂം നല്ല ആസ്തെറ്റിക് ആയിട്ടാണ് നടക്കുക. അത് പുറത്തേക്കൊക്കെ കാണുന്ന രീതിയിൽ പുറത്ത്, അതായത് ഗ്ലാസ് ഇട്ടിട്ടാ കക്കൂസ് ഉണ്ടാക്കും. അതിന്റെ ഉള്ളിൽ ഫുള്ള് വൃത്തി ഉണ്ടാവില്ല, വെടുപ്പുണ്ടാവില്ല. നിങ്ങൾ രണ്ടാളും ഇരിക്കുക. വൃത്തി വെടുപ്പ് കക്കൂസിൽ വേണ്ട. പിന്നെ കക്കൂസിൽ ആൾക്കാർ ചോറ് തന്നെ സ്ഥലമല്ലേ വൃത്തി വെടുപ്പാക്കി വെക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. തീരെ ഹൈജീൻ അല്ല, കയ്യും കാലും കേൾക്കുന്നല്ലാണ്ട് ബാക്കിയുള്ള സ്ഥലം കക്കൂസിലൊക്കെ എത്ര വൃത്തി മതി ഹിബ. കക്കൂസിലെ ആൾക്കാർ ഭജന ഇരിക്കാൻ പോണ സ്ഥലം ഒന്നല്ല, ഈ മുണ്ടാതെ പോയിക്കോ. അത്രയൊക്കെ മതി. അതിലുള്ള ജേംസുകളൊക്കെ കേറി വന്ന് ഫസ്കാന്റെ ഫോണിൽ ഇരുന്ന് ആ ഫോണിൽ ഫസ്കാക ടച്ച് ചെയ്ത് ഫസ്കാക എന്റെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട്, ഏത് വലിയ ശബ്ദമൊക്കെ ജെംസ് അങ്ങനത്തെ ഒരു രോഗമൊക്കെ വരാം കേട്ടാ. കുറച്ച് വൃത്തിയിലാണ് നടന്നു നോക്ക്. ഈ പിച്ചക്കാർക്ക് ഒരു രോഗം ഇല്ലല്ലോ. നാച്ചുറൽ ആയിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി വരും, മനസ്സിലായോ? അതിനെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം. നമുക്കിപ്പോ അതിനുള്ള ഇന്റലിജൻസ് പവറില്ല ഹിബ, ചിന്തിക്കാനുള്ള പവർ. ആരും എന്റെ പപ്പന്റെ വർത്താനം കേട്ട് പഠിക്കല്ലേ, അമ്മന്റെ സമാധാനപരമായിട്ടുള്ള വർത്താനം കേട്ട് പഠിച്ചോ. ഓക്കെ, ഗൈസ്, അങ്ങനെയാണ് നമ്മളെ യാരപ്പ ഡൈപ്പറിലെല്ലാം അപ്പിയിട്ടേ. എന്ത് വൃത്തിയില്ലാതൊരു സംഭവമാണ് അല്ലേ യാര? പക്ഷെ ഇപ്പൊ അല്ലാണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാനില്ല അല്ലേ. ഇപ്പൊ ഡൈപ്പർ ക്ലീൻ ആക്കി വെക്കണം എന്ന് പറയാൻ നടക്കുവോ യാര? പറ്റൂലല്ലോ. അതുപോലെ തന്നെ പപ്പി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഓക്കെ നമ്മള് നിർത്താണ്, നമ്മള് നേരെ പോവാൻ കേട്ടോ. ഗൈസ്, അപ്പൊ നമ്മള് മഴയായിട്ട് നമ്മളെ ഇല്ലാത്തൊരു സാധനം എന്താ ഹിബ? അത്യാവശ്യമുള്ള സാധനം ഹിബ. മേക്കപ്പിന്റെ ഇപ്പൊ മഴ പെയ്യുമ്പോണ്ട് നല്ല വാട്ടർ പ്രൂഫ് മേക്കപ്പ് വാങ്ങണം. അപ്പൊ ഞാൻ പറഞ്ഞത് വാട്ടർ പ്രൂഫായി നിൽക്കുന്നതിന് മേക്കപ്പ് ഇടേണ്ട ആവശ്യമില്ല, കുട ചൂടിയാൽ പോരായിരുന്നു. അപ്പൊ ഹിബ ഒരു കുട വാങ്ങാൻ പോകുന്നുണ്ട്. ആർക്കും ഒരു കുട എടുത്തോ. ഇത് എന്ത് ഇത്ര വലിയ കുട, ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഇതുപോലത്തെ മതി, 3 ഫോൾഡ് ആയിക്കോട്ടെ. ഗൈസ്, അപ്പൊ എന്തായാലും യാര് കുട യാർക്ക് നമ്മൾ കുട മേടിച്ചെടുക്കും. അതാ യാര വരുന്നുണ്ട് കേട്ടോ. എന്താ വേണ്ടത്? അല്ല എന്റെ കൈയൊക്കെ പിടിച്ച് ഏതാ വേണ്ടത്? യാർക്കൊന്നും കൊടുക്ക്. അത് കേടായിക്കുന്നത്. വാട്ടർ പ്രൂഫ് മേക്കപ്പ് അല്ലാതെ നമ്മള് ഹിബക്ക് വേറെ സാധനം കൊടുത്തു. വേറെ ഏതെങ്കിലും പുലി ഉണ്ടോ? സിംഹം ഉണ്ടോ നോക്കി. ഇന്റെ ഇതെന്ന് പറയുന്നത് സിംഹം. പട്ടി ഡിസൈൻ വേണ്ട. പച്ച ഏതാ? മഴയത്ത് നനയാതൊക്കെ കുട വാങ്ങുന്ന സമയത്ത് ഇവിടെ ഡിസൈനൊക്കെ നോക്കി ഫസ്റ്റിക്കാക്കി അടുത്ത സാധനം ആനക്കൂടെ വെക്കിട്ടാ. അത് തുറന്നു നോക്ക്. അല്ലേ വേറെ ഫസ്കാക്ക എടുത്ത് ഇതാണ്. അല്ല ഫസ്കാക്ക എടുത്ത് വെച്ച വേറെയാണ്. ഇത് ഇതിന്റെ ഇവിടെ അഞ്ഞു പോർന്നു നോക്ക്. പറ്റല്ലേ? എന്തേ ആനക്കൂടെ എടുത്തില്ലേ? ആനക്കൂടെ വാങ്ങി വെച്ചോളാ.
ഇനിയിപ്പോ ഒരു കരച്ചില് കേൾക്കാം, ഒരു നിലവിളി അലാറം. വേറെ വേറെ കൂടെ വേറെ യാരിനെ പറ്റിക്ക കൊട മേടിച്ചു കൊടുക്കണ്ട. എങ്ങനെയുണ്ട് യാരിനെ പറ്റിച്ച് പപ്പ? ഇന്ന് രാത്രി ഞാൻ എന്തായാലും നല്ല കോഴിക്കോട് സ്റ്റൈൽ മലപ്പുറം ബിരിയാണി വെക്കും. ഓക്കെ, മലപ്പുറം ബിരിയാണിയാ? കോഴിക്കോട് സ്റ്റൈൽ മലപ്പുറം ബിരിയാണി. അതിനായിട്ട് അപ്പൊ ആയി വെക്കാൻ ബിരിയാണി പോട്ടില്ല. ബിരിയാണി പോയിട്ട് ഇനി ഒരു ബിരിയാണി പോട്ടില്ലാഞ്ഞിട്ട് ഇനി ബിരിയാണി വെക്കാണ്ടക്കണ്ട അല്ലേ വസികാക്ക? ഇപ്പൊ ഇവിടെ ബിരിയാണി പോട്ടിന്റെ മെഷർമെന്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കാണ് വസികാക്ക. ഇങ്ങനെ നിക്കാനൊക്കെ പഠിച്ചോ? ബിരിയാണി പോട്ടൊക്കെ വാങ്ങിക്കോട്ടെ. ഇന്ന് ബിരിയാണി വെക്കണേ. യെസ്, നല്ല അടിപൊളി ബിരിയാണി. ഞങ്ങളങ്ങനെ ലുലുമാള് പോയിട്ട് ഞാൻ ഹിബനെ മുട്ടിപ്പിച്ചിട്ടോ. ഹിബനെ ഞാൻ മുട്ടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ സംഭവം എന്നുള്ളത് ഹിബനെ പറഞ്ഞു തരാനാണ്. അപ്പൊ എന്തായാലും വീട്ടിലെത്തിയിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലെ. അപ്പൊ നമ്മള് ലുലുമാളിൽ പോയപ്പോ നല്ല വെയില് പോലെ ആയിരുന്നു. അപ്പൊ നോക്കിയ അവസ്ഥ സൈക്കോ കാലാവസ്ഥ ആണ് കോഴിക്കോടുള്ളത്. സമയം പോണ നമ്മള് 3 മണിക്കല്ലേ ഒന്ന്, 6 മണി ആവാനായി സമയം. പക്ഷെ ഞാൻ ഹാപ്പിയാ. എന്താന്നുള്ള വീട്ടിലെത്തിയിട്ട് കാണിച്ചരാ അല്ലേ ഇവ. ഹാപ്പിയാണ്, സന്ദർഭങ്ങൾ കുറവല്ലേ. അങ്ങനെ ഞാൻ പകരം വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ അല്ലേ ഹിബ. യെസ്, അപ്പൊ എനിക്ക് ഹിബ ഒരു സാധനമായി തന്നിട്ടുണ്ട്. അപ്പൊ ബംഗു എന്തായാലും ഒന്ന് പറഞ്ഞ ഭയങ്കര കുറവായി ആൾക്കാരെ പിന്നെ നാളെ കെടുത്തു. ഇതൊക്കെ എന്റെ പുതിയ ഐറ്റം വരുന്നുണ്ട്, കണ്ടോടി കേട്ടോ. ഓക്കെ ഓക്കെ. പിന്നെ ഉള്ളത് പിന്നെ ആരാ ഉള്ളത്? യാരുണ്ട്. യാരതാ യാരാ യാരാ ഒറ്റടിക്ക് പിന്നുള്ളത് അളിയൻ മിസ്റ്റർ നമ്മളെ മനു ഉണ്ട്. മനു അല്ലേ ഇവ? ഓക്കെ ഓക്കെ. അപ്പൊ എന്താ സർപ്രൈസ് എന്നുള്ള കാണിച്ചു തരാം. ബഗു കമോൺ, ഹോൾഡ് ദ ക്യാമറ. ഇത് പകരം വീട്ടിയതാണ്. എന്തിനാ പകരം വീട്ടിയത് കാണിച്ചാ? ഇന്റെ ഫോൺ ഹിബ എറിഞ്ഞു പൊട്ടിച്ചു. പക്ഷെ പൊട്ടൂല എന്റെ ഫോൺ. ഞാൻ നമ്മള് കൊടുത്ത പൈസ കൊടുത്ത വാങ്ങിയ ഫോണല്ല. അപ്പൊ ഞാൻ ഹിബന്റെ ഫോൺ ഞാൻ എങ്ങനെ അറിയാൻ ഇങ്ങനെ കാക്കിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ അങ്ങനെ ഇറങ്ങാളോ. അപ്പൊ പൊട്ടൂല. അപ്പൊ ഓള് എന്റെ ഫോണ് കയറുന്നത് ഭയങ്കര ദേഷ്യത്തിലാണ്. പക്ഷെ ഹിബ പണ്ടത്തെ ബുദ്ധിയില്ല. കാരണം സ്വന്തം പൈസ ആണ് പോകുന്നതെന്നുള്ള ബുദ്ധി ഇല്ലല്ലോ. എന്നിട്ട് എന്താ ചെയ്തതെന്ന് പറയാം, ഈ ഫോൺ ഒരൊറ്റ കയറി കഴിച്ച് ഇങ്ങനെ എറിഞ്ഞ്. എന്നിട്ട് നോക്കി ഫോൺ പൊട്ടിയല്ലോ. എന്റെ IQ7 ഗൈസ്. ഞാൻ ആപ്പിൾ യൂസ് ചെയ്യില്ല. ആ ഐഫോൺ വൃത്തിയുടെ ഐഫോൺ എനിക്ക് യൂസ് ചെയ്യും. ഈ ക്യാമറയിൽ മാത്രം, ക്യാമറക്ക് വേണ്ടി മാത്രമേ നമ്മൾ ഐഫോൺ യൂസ് ചെയ്യുള്ളൂ. ഈ സാധനം ഞാൻ യൂസ് ചെയ്യാറില്ല. ആപ്പിൾ എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. എനിക്ക് അതിൽ എയർ ഡ്രോപ്പ് ഓണാക്കാൻ വരെ എപ്പോഴും അറിയില്ല. പക്ഷെ ആൻഡ്രോയിഡിൽ ഞാൻ പുലിയാണ്. അപ്പൊ ഞാൻ ആൻഡ്രോയിഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഇത് ഹിബ എറിഞ്ഞ് പൊട്ടിച്ചാട്ടെ. ഇതൊക്കെ നോക്കി. ഇപ്പോൾ ഞാൻ മാറ്റില്ല, ഇത് സ്മാരകമായിട്ട് കൊണ്ടെടുക്കാം. എനിക്ക് ഹിബ സർപ്രൈസ് ആയിട്ട് വാങ്ങി തരാന്ന് പറഞ്ഞു. സർപ്രൈസ് ഇവരൊക്കെ സർപ്രൈസ് ഉണ്ട്. ഇതിലെന്താ ഉള്ളത് എനിക്ക് അറിയില്ല കേട്ടാ അല്ലെ. ഒറിജിനൽ സർപ്രൈസ് ആയിട്ടാ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അല്ല അൺബോക്സ് ചെയ്യാം. ഈ പേപ്പർ എടുത്ത് വെച്ചോട്ടോ. ഗിഫ്റ്റ് പേപ്പറാ. അത് കുടിയിരിക്കലിന് ഇതിൽ ഇട്ട് കൊടുക്കാം. കുക്കറല്ലോ. അപ്പൊ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതാണ് ഓൾറെഡി. Vivo X200 Pro. Yeah. This is a great phone for Android users. Unbox ചെയ്തോളൂ. അയ്യോ വേണ്ട. യാരൊക്കെ അൺബോക്സിംഗ് ഇല്ല. ഇവള് ചിരിക്കും. ഇവള് സീന. അവള് ഒന്നൊപ്പം നിൽത്തുണ്ട്. ഇതിലെന്തോ ഭാരിച്ച സാധനം ഉണ്ട്. നോക്ക് മനസ്സിലായി തരില്ല. ഇതിന്റെതാണ്. കൊടു താ പപ്പക്ക് താ. ഞാൻ എന്തായാലും കാണിക്കാൻ കാത്തിക്ക. നമ്മളെ ആരും ചിരിക്കണോ ഇല്ല. മുണ്ടല്ലേ മുണ്ടല്ലേ
താഴെ കൈ വെച്ചിട്ട് ചെയ്യാം. ഇതെങ്ങനെ ഞാൻ വിളിക്കാം. അപ്പൊ ഇത് ഞാൻ അൺബോക്സ് ചെയ്യാണ്. അല്ല പിന്നെ എന്താ 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 എടുക്കട്ടെ. യെസ് ഗൈസ്, അപ്പൊ ഫോൺ എടുക്കാൻ വേണ്ടി പോവാ. എങ്ങനെയുണ്ട് ഹിബ? അടിപൊളി. ബാക്കിലൊരു സൗരയുധം നിക്കണ പോലെ. ബാക്കിലുള്ള ക്യാമറ ഒക്കെ ആരൊക്കെയല്ലേ? അല്ലേ പറഞ്ഞില്ലേ, ഒരു സൗരയുധം നിക്കണ പോലെ ഉണ്ട്. ഇവിടെ എന്താ പണി? ഇവിടെ എന്താ പരിപാടി? അൺബോക്സിംഗ്. ഓക്കെ ഗൈസ്, ഇനി എന്തായാലും ഓണാക്കി നോക്കാം അല്ലേ? ഓണാക്കാം. നോക്കട്ടെ. മോനെ ഏതൊക്കെ ക്ലാരിറ്റി. ഇവക്ക് സന്തോഷായിട്ടാ. സൂപ്പർ ക്ലാരിറ്റി. ഒരു രക്ഷയില്ല. DSLR എടുത്ത പോലെ ഉണ്ട്. ഞാൻ അടുത്ത ഇനിയിപ്പോ 135. എടാ 135 ഉണ്ട്. 135 ഫോക്കൽ ലെങ്ത് ആട്ടാ. നോക്കി നോക്കാം. ഇവിടെ ഇത് കുറയ്ക്കാനുള്ളത്. എടോ മോനെ ഇത് നോക്ക്. SLR ശരിക്കും SLR. SLR ഉള്ളത് ഒറിജിനൽ. ഇതെങ്ങനെയുണ്ട്? ഇത് നോക്കടാ. SLR എടുത്ത പോലല്ലേ? SLR എടുത്ത പോലല്ലേ? ഇല്ല ഗൈസ്, ഇവ പക്ക സാംസങ് ലവറാണ്. ഇവ നല്ല ചലച്ചതാണ്. നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ എന്താ പക്ഷെ നോക്ക്, യാരിന്റെ മുഖം നോക്ക്. എന്ത് രസമാണ് ഫോട്ടോ എടുത്തിട്ട് കാണാം. അത് രാത്രിയാ ഗൈസ് ഫോട്ടോ എടുത്ത്. രാത്രി കൂരി എടുത്ത ആകെ ഒരു ചെറിയൊരു ലൈറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് സൂം ചെയ്ത് നോക്കാം. അവിടെ റവീസ് കാണുന്നുണ്ട് കേട്ടോ. എത്ര സൂം ചെയ്യാൻ പറ്റും നോക്കട്ടെ ഗൈസ്. നോക്ക്, 24 ഇപ്പൊ എത്ര 52%, 100%. അതിന്റെ ഫോട്ടോ എടുത്തത് നോക്കി നോക്കാം. നോക്ക് നോക്ക്. എടാ മോനെ. അപ്പൊ എന്തായാലും ഇനി ഇതേപോലെ ഫോണൊക്കെ പൊട്ടിക്കണം. ഇത് ഇനി പഴയതാവുമ്പോ ഈ എറിഞ്ഞ് തന്നെ പൊട്ടിക്കണം. എന്നാണ് പുതിയ മേടിച്ചത്. ഇപ്പൊ അറിയണത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഞാൻ അല്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. എന്താ അറിയില്ല കേസ്, പുതിയ ഫോൺ വാങ്ങുമ്പോ എനിക്ക് എന്തോ ഒരു പുതിയ കല്യാണം കഴിക്കാൻ പോലെ പുതിയ ഫോൺ എന്ന് പറഞ്ഞാല്. കാരണം ഹിബ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യ എടുത്തിട്ട് അവർ എന്റെ ഫോണാണല്ലോ അല്ലേ. പിന്നെ ഒരു സെക്കൻഡ് വൈഫാണ് സത്യം പറഞ്ഞാല് ഇത് അല്ലെ. സെക്കൻഡ് ഫോണ് അല്ല, സെക്കൻഡ് വൈഫിന് തന്ന ഫസ്റ്റ് വൈഫിന് എന്റെ 1000 നന്ദികൾ അറിയിച്ചുകൊള്ളുകയാണ്. അപ്പൊ എന്തായാലും ഗൈസ്, ഇതായിരുന്നു നമ്മളെ ഒരുപാട് നാൾക്ക് ശേഷമുള്ള ഒരു വ്ളോഗ് അല്ലെ ഹിബ. യെസ് ഗൈസ്, അപ്പൊ ഇഷ്ടപ്പെടെങ്കിൽ ഷെയർ ചെയ്യാം, ബെൽ ഐക്കൺ. യെസ് ഗൈസ്, മറ്റു വീഡിയോസ് വരും.